ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വിവരിച്ചുള്ള വത്തിക്കാന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവന്നു. ഇന്നലെ രാവിലെ സ്ഥിതി പെട്ടെന്ന് മോശമാകുകയായിരുന്നു. തുടർച്ചയായി ശ്വാസമുട്ടൽ ഉണ്ടായി എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. വിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും അനുപമ, വലിയ ആശങ്കകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? അതേ സ്വാതി, കഴിഞ്ഞ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോണിയായിട്ടൊരു സന്ദർശനം കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശാവഹമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്നു എന്നൊരു പുതിയൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ശനിയാഴ്ച പുറത്തുവിട്ടിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഓക്സിജന് സഹായം നൽകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവുകൾ കുറയുന്നതുകൊണ്ട് വിളർച്ചാബാധിതനായ മാർപ്പാപ്പയ്ക്ക് രക്തം നൽകേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിൽ പെട്ടെന്നൊരു ആരോഗ്യനില മോശമാകുന്നു എന്നുള്ളത് ഒരു വിവരമാണ്. അങ്ങനെ ഒരു നേരിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് വത്തിക്കാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ നമുക്ക് ഈ ഫെബ്രുവരി 14 ഈ ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളുമായിട്ട് മാർപ്പാപ്പയെ റോമിലെ ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ 2 ഭാഗങ്ങളിലുമായിട്ട് അണുബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ 21-ാം വയസ്സ് മുതൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരം അണുബാധകൾ നിരന്തരമായിട്ടുണ്ടാകാറുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ചെറുപ്പത്തിൽ തന്നെ നീക്കം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം അണുബാധകൾ ആശങ്കകരമായിട്ടുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ എത്തിക്കാറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ അവസാനം ബുധനാഴ്ചയായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയൊരു പുരോഗതി കാണുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരോഗ്യനില വലിയ രീതിയിൽ മോശമാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഈ അവസ്ഥ കാരണം കൊണ്ട് തന്നെ ഡെയിലി മെഡിക്കൽ ബുള്ളറ്റിൻ എന്നൊരു രീതിയിലേക്ക് വത്തിക്കാൻ മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ വാരാന്ത്യത്തിലായിരുന്നു ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ 9 ദിവസത്തെ ആശുപത്രിവാസം പിന്നിടുമ്പോഴേക്കും മാർപ്പാപ്പയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ദൈനംദിനം എന്ന രീതിയിൽ പ്രതിദിനം ഓരോ ദിവസവും ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ആശങ്കകരമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില എന്ന ഒരു വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ഈ രക്തം കയറ്റുന്നത്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സം, ഇതെല്ലാം സെപ്സിസ് എന്നൊരു രോഗാവസ്ഥയുടെ സാധ്യതയായി കണക്കാക്കുന്നുണ്ട്. സെപ്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്നതിനപ്പുറം ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ പെട്ടെന്നൊരു ഷോക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണത്. പറയുന്നത് പോലെ തന്നെ മാർപ്പാപ്പയ്ക്ക് 88 വയസ്സാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യനില ദുർബലമാണെന്നും ഡോക്ടർമാർ കണക്കാക്കുന്നു. അടുത്ത ഒരാഴ്ച ഏതായാലും അദ്ദേഹം ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും കണക്കാക്കുന്നു. ഇതിനിടെ പ്രചരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അഭ്യൂഹം മാർപ്പാപ്പയുടെ രാജ്യസാധ്യതയാണ്. ഇങ്ങനെ രാജി വെച്ചേക്കുമെന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നെന്നും അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യനില വളരെ മോശമാവുന്ന രീതിയിലാണെങ്കിൽ താൻ അതിനായിട്ടൊരു രാജിക്കുറിപ്പ് തയ്യാറാക്കി വെക്കുമെന്നും. അത് കാരണം ഈ കനോണിയൻ നിയമപ്രകാരം എങ്ങനെയാണ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നാൽ, ഒരു ആരോഗ്യ കാരണം കൊണ്ട് പെട്ടെന്നൊരു ചുമതലയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് മുൻപ് തന്നെ ഒരു രാജിക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ റിപ്പോർട്ടുകളെല്ലാം വത്തിക്കാനൊന്നും സ്ഥിരീകരിക്കുന്നില്ല. വത്തിക്കാൻ പറയുന്നത് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യകരമായിട്ടുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, അതിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിലപ്പുറം രാജികൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല, അത്തരം ചർച്ചകളൊന്നും നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും 9 ദിവസത്തെ ആശുപത്രിവാസത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ പ്രാർത്ഥനയിലാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ജന്മനാടായ അർജന്റീനയിലെ ബണസ് അയേഴ്സിലെ പ്രാർത്ഥനയാണ്. വിശ്വാസ സമൂഹം അവിടെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലുള്ളവർ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി, ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്വാതി. അതെ അനുപമ, ലോകം മുഴുവൻ മാർപ്പാപ്പയുടെ ആരോഗ്യനില, അദ്ദേഹം തിരിച്ചു വരുന്നതിനായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ വത്തിക്കാൻ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്.